നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന അഭ്യൂഹങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന പ്രതിരോധ താരമായ ഹോർമി പാമിനെ ബ്ലാസ്റ്റേഴ്സ് വിൽക്കുന്നുവെന്ന് പറഞ്ഞ് പ്രചരിക്കുന്നത്. നിലവിൽ താരത്തെ സ്വന്തമാക്കാനായി മുംബൈ, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഉൾപ്പെടെയുള്ള വമ്പന്മാർ രംഗത്തുണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിൽ മോഹൻ ബഗാൻ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലും ഹോർമി പാമിനെ സ്വന്തമാക്കാൻ രംഗത്ത് വന്നിരുന്നു. ഇന്ത്യൻ പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഹലാവിയുടെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സും സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഹോർമി പാമിനെ വിൽക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ താരത്തിന് ബ്ലാസ്റ്റേഴ്സ് വിട്ട് മോഹൻ ബഗാനിലേക്ക് ചേക്കേറാൻ താല്പര്യമില്ലായിരുന്നു. കാരണം അൻവർ അലി പോലത്തെ താരം മോഹൻ ബഗാനിലുള്ളതുകൊണ്ട് ഹോർമി പാമിന് പ്ലേയിങ് ടൈം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് താരം മോഹൻ ബഗാനിലേക്ക് കൂടുമാറാത്തത്. എന്നിരുന്നാലും ആരാധകർ പറയുന്നത് ഹോർമി പാം എടുത്തത് മികച്ച തീരുമാനം തന്നെയാണെന്നാണ്. മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിസംബറിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം ദിമി സ്വന്തമാക്കി. കേരള ബ്ലാസ്റ്റേഴ്സിനായി മികച്ച പ്രകടനമാണ് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിസംബറിൽ 4 മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. ദിമി 3 ഗോളുകളും 1 അസിസ്റ്റും ഈ 4 മത്സരങ്ങളിൽ നിന്നും സ്വന്തമാക്കി. അഡ്രിയാൻ ലൂണയുടെ അഭാവത്തിൽ ടീമിന്റെ അറ്റാക്കിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് തന്നെയാണ്. മുംബൈ സിറ്റിക്കെതിരെയും മോഹൻ ബഗാനെതിരെയും ദിമി ഈ മാസം നിർണായക ഗോളുകൾ നേടി. ഈ സീസണിൽ ഇതുവരെ 7 ഗോളുകൾ ദിമി നേടിയിട്ടുണ്ട്. ടോപ്പ് സ്കോറർ പട്ടികയിലും ദിമി തന്നെയാണ് 1-ാം സ്ഥാനത്ത്.